നല്ല നേച്ചുറലായിട്ട് കേളായി കിടക്കുന്ന മുടീനെയാണ് കഴിഞ്ഞ തവണ നിക്കൂസ് കൊണ്ട് സ്ട്രെയിറ്റ് ചെയ്തത്. അത് മഹാ അബദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ നിക്കൂസ് ആ മുടീനെ വീണ്ടും പോയിട്ട് കേൾ ചെയ്യാൻ പോയി. അതിലും വലിയ അബദ്ധമായി. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നിക്കൂസ് തന്നെ പറഞ്ഞാണ്. കേൾ ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മളിന്ന് കേൾ ചെയ്തിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ടെലിവിഷൻ അവാർഡ് നടക്കാൻ പോവാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നതല്ല. അപ്പോൾ ഞങ്ങൾ നേരെ കൊച്ചി കളമശ്ശേരി ഹാളിലെത്തി. അവിടെ കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ച് എല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു. നൈനൂസ് നേരെ പോയത് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നൈനൂസിൻ്റെ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ കഴിഞ്ഞു. നൈനൂസ് നല്ല ക്യൂട്ട് കുട്ടപ്പിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് നൈനൂസിൻ്റെ അമ്മേൻ്റെയും ഡ്രസ്സ്. അപ്പോൾ നമ്മൾ ഹാളിലെത്തുമ്പോഴേക്കും അവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു. പത്തനംമാറ്റ് ടീമിൻ്റെ കളർ റോയൽ ബ്ലൂ കളറായിരുന്നു. അപ്പോൾ ടീമിൻ്റെ കൂടെ നമ്മൾ അവിടെ ഇരിപ്പുറപ്പിച്ചു. ഓരോ സ്ഥലത്തും ഓരോ ടീം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോ സ്പെഷ്യൽ കളർ കോഡ് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി അവാർഡ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. പത്തനംമാറ്റ് മാത്രമല്ല കേട്ടോ, ഒരുവിധം എല്ലാ സീരിയലിലും നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും നോമിനി ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ അവാർഡ് ആർക്കൊക്കെ കിട്ടിയെന്നുള്ള കാര്യം ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കുന്നില്ല. അത് നിങ്ങൾ ഏഷ്യാനെറ്റിലെ അവാർഡ് ഷോ കാണുമ്പോൾ അപ്പോൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അടുക്ക് നൈനൂസ് കുറച്ച് നേരം ഉറങ്ങിപ്പോയി. ഉറക്കം കഴിഞ്ഞപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഏറ്റവും വലിയ അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ പത്തനംമാറ്റിൻ്റെ ടീമിന് മൊത്തത്തിൽ സ്റ്റേജിൽ കയറാനൊരു അവസരം കിട്ടിയിരുന്നു. ആ സമയത്ത് നൈനൂസ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിരുന്നു. ആ ഒരു സമയത്താണ് ഇത് ഇങ്ങനെ വന്നത്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ നൈനൂസിന് ആ ഭാഗ്യം കിട്ടിയില്ല സ്റ്റേജിൽ കയറാൻ. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ ഇനിയും ചാൻസ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് കാണാം. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ഒരുപാട് റെഡ് കാർപ്പറ്റും അങ്ങനെ അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈനൂസ് അവിടെയൊക്കെ ഓടിക്കളിച്ചു. പിന്നെ ഡാൻസ് ചെയ്യാന്നൊക്കെ ടീം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്ത് വെച്ചും ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷാജി പാപ്പനും ടീമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഫുൾ കമ്പവലിയും കാര്യങ്ങളൊക്കെ നടന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു പോയി ഗായ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. ബൈ.